9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ 184-ാമത്തെ പേജിലെ 3-ാമത്തെയും 4-ാമത്തെയും ചോദ്യങ്ങൾ. 3-ാമത്തെ ചോദ്യം നോക്കിക്കേ. ഫോർ ഈച്ച് ഓഫ് ദ പോളിനോമിയൽ p of x given below, compute p of 1 and p of 10. ചുവടെയുള്ള ബഹുപദങ്ങളില് p of 1-ഉം p of 10-ഉം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തേത് ഏതാ? p of x that is equal to 2x plus 5 അല്ലേ. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? p of 1-ഉം p of 10-ഉം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആദ്യം നമുക്ക് p of 1 കണ്ടുപിടിക്കാം. p of 1 that is equal to, അതായത് എക്സിന്റെ സ്ഥാനത്ത് ഏതാണ്? 1 ആണ് അല്ലേ. p of x ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് p of 1, അതായത് എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതിയാൽ മതി? 1 എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിനകത്തും എക്സ് എവിടെ വന്നാലും അവിടെ ഏത് എഴുതി കൊടുക്കണം? 1 എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ നോക്കിക്കേ, 2x അതെങ്ങനെ വരും? 2 into x ആണല്ലേ ഇവിടെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? 2 into എക്സിന്റെ സ്ഥാനത്ത് 1 അല്ലേ. 2 into 1 plus 5, അതിന് മാറ്റമൊന്നുമില്ല അല്ലേ. That is equal to 2 into 1 എത്രയാണ്? 2 തന്നെ അല്ലേ. 2 plus 5 that is equal to 2 plus 5 7 അല്ലേ. 7, അതായത് p of 1 എത്ര കിട്ടി? 7 കിട്ടി അല്ലേ. അടുത്തതിന് p of 10 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. p of 10 അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ് എവിടെ വന്നാലും അവിടെ ഏത് എഴുതി കൊടുക്കണം? 10 എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ 2 into x നമുക്ക് എങ്ങനെ എഴുതണം? 2 into 10 2 into 10 plus 5, അതിന് മാറ്റമൊന്നുമില്ല, plus 5 that is equal to 2 into 10 എത്രയാ? 20 അല്ലേ. 20 plus 5 20 plus 5 25, അതായത് p of 10-ന്റെ വാല്യൂ എത്രയാണ്? 25. അടുത്തത് രണ്ടാമത്തേത് പോളിനോമിയൽ ഏതാണ്? p of x that is equal to 3x square plus 6x plus 1. രണ്ടാമത്തേത് p of x that is equal to 3x square plus 6x plus 1. ആദ്യം ഏത് കണ്ടുപിടിക്കണം? p of 1 കണ്ടുപിടിക്കണം അല്ലേ. p of 1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതണം? 1 എഴുതണം അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, എക്സ് എവിടെ ഉണ്ടെങ്കിലും ഏത് എഴുതി കൊടുത്തോണം? 1 എഴുതി കൊടുത്തോണം അല്ലേ. അപ്പോൾ 3 into x square എങ്ങനെ വരും? 3 into 1 square plus 6x, അതായത് 6 into 1 അല്ലേ. 6 into 1 plus 1-ന് മാറ്റമൊന്നുമില്ലല്ലോ, 1 that is equal to, ഇവിടെ കുറെ ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പവർ എടുക്കുന്നുണ്ട്, അഡീഷൻ ഉണ്ട്, അങ്ങനെ കുറെ ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ. അതിനകത്ത് ഏതാ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം പവർ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1-നല്ലേ പവർ ഉള്ളത്. 1 സ്ക്വയർ എത്രയാണ്? 1 തന്നെ അല്ലേ. അങ്ങനെയാണെങ്കിൽ അതൊന്ന് എഴുതി നോക്കാം അല്ലേ. 3 into 1 സ്ക്വയർ ആദ്യം ചെയ്യണം, പവർ എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ. ഇപ്പൊ 1 സ്ക്വയർ 1 plus 6 into 1 plus 1. ഇതിനകത്തും കുറെ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ. അഡീഷനും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അല്ലേ. ഏതാദ്യം ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. ഏത് റൂൾ ആണെന്ന് നോക്കുന്നുണ്ടോ? ബോഡ്മാസ് റൂള്. ബോഡ്മാസ് റൂള് വെച്ച് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 3 into 1 3 അല്ലേ. 3 പ്ലസ് ദെൻ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഏത് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? 6 into 1 ആ ചെയ്തിരിക്കുന്നത് അല്ലേ. 6 into 1 6 തന്നെ അല്ലേ. പ്ലസ് 1 ഈക്വൽ ടു 3 plus 6 9 9 plus 1 10 അല്ലേ. 10 നമുക്ക് കിട്ടി. അതായത് p of 1-ന്റെ വാല്യൂ 10. അടുത്തത് p of 10 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. p of 10 ഈക്വൽ ടു, എങ്ങനെ ചെയ്യണം? എക്സ് എവിടെ ഉണ്ടെങ്കിലും അവിടെ എന്ത് എഴുതിക്കോണം? 10 എഴുതിക്കോണം അല്ലേ. അപ്പോൾ 3 into x സ്ക്വയർ എങ്ങനെ എഴുതാം? 3 into 10 സ്ക്വയർ 3 into 10 സ്ക്വയർ പ്ലസ് 6 into x നമുക്ക് എങ്ങനെ എഴുതിക്കോണം? 6 into 10 എന്ന് എഴുതിക്കോണം അല്ലേ. 6 into 10, എക്സ് എവിടെ വരുന്നോ അവിടെയെല്ലാം 10 എഴുതി കൊടുക്കണം. പ്ലസ് 1 ആണല്ലോ. പ്ലസ് 1 ഈക്വൽ ടു, ഏത് ഓപ്പറേഷൻ ആദ്യം ചെയ്യണ്ടേ? ആദ്യം നമുക്ക് പവർ എടുക്കണം അല്ലേ. 10 സ്ക്വയർ എത്രയാണ്? 100, അതായത് 3 into 100. ആദ്യം നമ്മൾ പവർ എടുത്തു, ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതി. പ്ലസ് 6 into 10 പ്ലസ് 1. ഇനി അടുത്ത ഓപ്പറേഷൻ ഏതാ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ 3 into 100
300 പ്ലസ് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ കൂടി ഉണ്ടല്ലോ 6 into 10 അല്ലേ 60 പ്ലസ് 1. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്തേ 300 പ്ലസ് 60 360 പ്ലസ് 1 361 എന്ന് നമുക്ക് കിട്ടി. അതായത് P of 1 എത്ര കിട്ടി 10 കിട്ടി. P of 10 361 കിട്ടി. അടുത്തത് മൂന്നാമത് ചെയ്താലോ. ഏതാ പോളിനോമിയൽ P of x equal to 4x cube plus 2x square plus 3x plus 7. P of x equal to 4x cube plus 2x square plus 3x plus 7. ആദ്യം ഏതാ കണ്ടുപിടിക്കണ്ടേ P of 1 കണ്ടുപിടിക്കണം അല്ലെ. P of 1 equal to എക്സിന്റെ സ്ഥാനത്ത് എല്ലാം ഏതിട്ട് കൊടുത്താണോ 1 ഇട്ട് കൊടുത്താണോ അല്ലെ. അതായത് 4 into x cube നമുക്ക് എങ്ങനെ എഴുതണം 4 into 1 cube എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുത്തു പ്ലസ് 2 into x square 2 into 1 square എന്ന് എഴുതണം അല്ലെ. 2 into 1 square പ്ലസ് 3 into x എങ്ങനെ എഴുതിക്കണം 3 into 1 പ്ലസ് 7. ഇനി ആദ്യം ഏതാ കണ്ടുപിടിക്കണ്ടേ പവർ കണ്ടുപിടിക്കണം അല്ലെ. 1ന്റെ തേർഡ് പവർ ഉണ്ട് ഇവിടെയോ 1ന്റെ സെക്കൻഡ് പവർ ഉണ്ട് അല്ലെ. അത് രണ്ടും ആദ്യം സോൾവ് ചെയ്യുക, ബാക്കി എല്ലാം അതേപോലെ തന്നെ എഴുതുക. അതായത് 4 into 1 cube 1 into 1 into 1 എത്ര കിട്ടും 1 തന്നെ കിട്ടും അല്ലെ. 1 പ്ലസ് 2 into 1 square 1 into 1 അല്ലേ 1 പ്ലസ് 3 into 1 3 into 1 പ്ലസ് 7. ആദ്യം നമ്മൾ പവറുകളെല്ലാം സോൾവ് ചെയ്തു. ഇനി അടുത്ത ഏതാ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ 3 മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ. ആദ്യത്തേത് ഇവിടെ 4 into 1 4, ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതി കൊടുക്കണേ. പ്ലസ് ഇവിടെ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ 2 into 1 അല്ലെ. 2 into 1 എത്രയാണ് 2 അല്ലേ. പ്ലസ് അടുത്ത വേറൊരു മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടല്ലോ 3 into 1 3 തന്നെ അല്ലെ. 3 പ്ലസ് 7. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ എത്ര കിട്ടും 4 plus 2 6 6 plus 3 9 9 plus 7 16 കിട്ടും അല്ലെ. അതായത് P of 1 എത്ര കിട്ടും 16 കിട്ടും. ഇനി അത് കണ്ടുപിടിക്കണം P of 10 കണ്ടുപിടിക്കണ്ടേ. P of 10 അതെങ്ങനെ ചെയ്യുന്നേ x എവിടെ വന്നാലും അവിടെ എന്ത് എഴുതി കൊടുക്കണം 10 എഴുതി കൊടുക്കണം അല്ലെ. അതായത് 4 into 10 cube 4 into 10 cube പ്ലസ് അടുത്തത് 2 into 10 square അല്ലെ. 2 into 10 square പ്ലസ് അടുത്തത് 3 into 10 3 into 10 പ്ലസ് 7. ഇതെങ്ങനെ ചെയ്യുന്നത് ആദ്യം ഏതാ ചെയ്യണ്ടേ പവറുകൾ ആദ്യം ചെയ്യണം അല്ലെ. 4 into 10ന്റെ തേർഡ് പവർ എടുക്കണം അല്ലെ. അതായത് 10 into 10 into 10 എത്ര കിട്ടും 10 into 10 എത്രയാ 100 അല്ലെ. into 10 1000. അപ്പോൾ 4 into 1000 പ്ലസ് അടുത്തത് 2 into 10ന്റെ സ്ക്വയർ 10 into 10 100 കിട്ടും അല്ലെ. 100 പ്ലസ് 3 into 10 3 into 10 പ്ലസ് 7. ആദ്യം നമ്മൾ പവറുകളെല്ലാം സോൾവ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം സോൾവ് ചെയ്യണം അല്ലെ. അപ്പോൾ ഇവിടെ 3 മൾട്ടിപ്ലിക്കേഷൻ വന്ന് കിടപ്പുണ്ട് അല്ലെ. ആദ്യത്തേത് 4 into 1000 4000 പ്ലസ് അടുത്ത മൾട്ടിപ്ലിക്കേഷൻ 2 into 100 200 200 പ്ലസ് 3 into 10 30 പ്ലസ് 7. ഇനി അഡീഷൻ മാത്രമല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് ആഡ് ചെയ്തേ. 4000 പ്ലസ് 200 4200 കിട്ടും അല്ലെ. പ്ലസ് 30 4230 കിട്ടും. പ്ലസ് 7 കൂടെ ചെയ്താലോ 4237 കിട്ടും അല്ലെ. 4237. അതായത് P of 10 എത്ര കിട്ടും 4237. അപ്പോൾ ഓരോ പോളിനോമിയലിലും നമ്മൾ P of 1 P of 10 കണ്ടുപിടിച്ചു. അടുത്തത് നാലാമത്തത് for each of the polynomial P of x given below compute P of 0 P of 1 and P of -1. ചുവടെയുള്ള ബഹുപദങ്ങളിൽ
പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1 ഇവ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ആദ്യം ചെയ്ത ചോദ്യത്തെ പോലെ തന്നെ എക്സിന്റെ സ്ഥാനത്ത് ഓരോ സംഖ്യ ഇട്ട് കൊടുത്ത് പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1 എന്നിവ കണ്ടുപിടിക്കും. ആദ്യത്തെ നോക്കിയാലോ. ഒന്നാമത്തേത് പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3x + 5. ആദ്യം ഏതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് 0 അല്ലെ. പി ഓഫ് 0 ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് ഏതിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം അല്ലെ. അതായത് 3 × x നമ്മൾ എങ്ങനെ എഴുതണം? 3 × 0 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 0 എത്രയാണ്? 0 അല്ലെ. അപ്പോൾ 0 + 5 എന്ന് കിട്ടി. അത് എത്ര ആൻസർ? 5 അല്ലെ. അതായത് ഒന്നാമത്തെ പോളിനോമിയലിൽ പി ഓഫ് 0 നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. അടുത്തത് പി ഓഫ് 1 അല്ലെ. പി ഓഫ് 1 എക്സിന്റെ സ്ഥാനത്ത് ഏതിട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം അല്ലെ. അതായത് 3 × x 3 × 1 എക്സിന്റെ സ്ഥാനത്ത് ഏതിട്ടണം? 1 ഇടണം അല്ലെ. +5 ഈക്വൽ ടു 3 × 1 3 തന്നെ അല്ലെ. 3 + 5 ഈക്വൽ ടു എത്ര കിട്ടും? 8 കിട്ടും അല്ലെ. പി ഓഫ് 1 8 ആയിട്ട് കിട്ടും. അടുത്ത പി ഓഫ് -1. പി ഓഫ് -1 എക്സിന്റെ സ്ഥാനത്ത് ഏതിടണം? -1 ഇടണം അല്ലെ. അപ്പോൾ 3 × x അതായത് 3 × -1 +5 3 × -1 എത്രയാ? -3 അല്ലെ. -3 + 5 ഈക്വൽ ടു -3 + 5 എത്രയാ? രണ്ടും ഡിഫറൻറ്റ് സൈൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വ്യത്യാസം കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം അല്ലെ. എത്രയാ അത്? ഡിഫറൻസ് 2 ആയിട്ട് കിട്ടും. വലുതിന്റെ ചിഹ്നം ഏതാ? പോസിറ്റീവ് അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് +2 ആയിട്ട് കിട്ടും. ആ റൂൾ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അതെങ്ങനെ നമുക്ക് എഴുതാം? ആദ്യം പോസിറ്റീവ് എല്ലാം കൊണ്ട് എഴുതുക. എത്ര പോസിറ്റീവ് ഉണ്ട്? 5 പോസിറ്റീവ് ഉണ്ട് അല്ലെ. അതായത് 5. ദെൻ എത്ര നെഗറ്റീവ് ഉണ്ട്? അത് രണ്ടാമത് എഴുതുക. ടോട്ടൽ എത്ര നെഗറ്റീവ് ഉണ്ട്? 3 നെഗറ്റീവ് ഉണ്ട് അല്ലെ. അതായത് -3 3 നെഗറ്റീവ് ഉണ്ട്. ഇനി ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. 5 - 3 അത് ചെയ്യാൻ എല്ലാവർക്കും അറിയത്തില്ലേ? 5ൽ നിന്ന് 3 പോയാൽ 2. അങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പോസിറ്റീവ് എല്ലാം ആദ്യം എഴുതുന്നു, നെഗറ്റീവ് രണ്ടാമത് എഴുതുന്നു. അതിനുശേഷം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അടുത്ത പോളിനോമിയൽ ചെയ്താലോ. രണ്ടാമത്തെ പോളിനോമിയൽ ഏതാ? പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5x - 8. ആദ്യം ഏത് കണ്ടുപിടിക്കണം? പി ഓഫ് 0 അല്ലെ. പി ഓഫ് 0 ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് എല്ലാം ഏതിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം അല്ലെ. 5 × x 5 × 0 -8 ഈക്വൽ ടു 5 × 0 0 തന്നെ അല്ലെ. 0 - 8 0ൽ നിന്ന് 8 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? -8 കിട്ടും അല്ലെ. -8 അതായത് പി ഓഫ് 0യുടെ വാല്യൂ എത്ര കിട്ടും? -8 കിട്ടും. അടുത്ത് പി ഓഫ് 1. പി ഓഫ് 1 എക്സിന്റെ സ്ഥാനത്ത് ഏതിട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം അല്ലെ. അതായത് 5 × x നമ്മൾ എങ്ങനെ എഴുതണം? 5 × 1 -8 5 × 1 എത്രയാണ്? 5 തന്നെ അല്ലെ. 5 - 8 ഈക്വൽ ടു എത്ര കിട്ടും? 5ൽ നിന്ന് 8 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാ? ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ അല്ലെ കുറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് മൈനസ് വരുമല്ലോ. സോ മൈനസ് എത്ര ഡിഫറൻസ്? 3 ഡിഫറൻസ് അല്ലെ. അപ്പോൾ -3. പി ഓഫ് 1 എത്ര കിട്ടും? -3. അടുത്ത പി ഓഫ് -1. പി ഓഫ് -1 എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതിക്കോണം? -1 എഴുതണം അല്ലെ. അപ്പോൾ 5 × -1 5 × -1 -8 ആദ്യം ഏതാ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. 5 × -1 എത്ര കിട്ടും? -5 -8 ഇതെങ്ങനെ ചെയ്യുന്നത്? ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചിന്തിച്ചേ. ആകെ എത്ര പോസിറ്റീവ് ഉണ്ട്? ഇവിടെ പോസിറ്റീവ് ഒന്നുമില്ല അല്ലെ. 5ന്റെ സൈൻ നെഗറ്റീവ് ആണ്, 8ന്റെ സൈൻ അതും നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ഒന്നുമില്ല. അപ്പോൾ പോസിറ്റീവ് ഒന്നും എഴുതണ്ട. ഇനി ആകെ എത്ര നെഗറ്റീവ് ഉണ്ട്? ഇവിടെ 5 നെഗറ്റീവ് കിടപ്പുണ്ട്, ഇവിടെയോ 8 നെഗറ്റീവ് കിടപ്പുണ്ട് അല്ലെ. അപ്പോൾ ടോട്ടൽ എത്ര നെഗറ്റീവ് ഉണ്ട്? 8 × 5 13 അല്ലെ. അപ്പോൾ 13 നെഗറ്റീവ് ഉണ്ട്. -13 ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം പോസിറ്റീവ് എത്ര ഉണ്ടെന്ന് നോക്കുക, പിന്നെ നെഗറ്റീവ് എത്ര ഉണ്ടെന്ന് നോക്കുക.
പോസിറ്റീവ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നെഗറ്റീവ് മാത്രം എണ്ണി എഴുതിയാൽ മതി. എത്ര കിട്ടും? -13. അടുത്ത മൂന്നാമത്തെ പോളിനോമിയൽ നോക്കിയാലോ. മൂന്നാമത്തെ ഏതാണ്? p of x equal to 3x square plus 6x plus 1. ആദ്യം ഏതാ കണ്ടുപിടിക്കണ്ടേ? p of 0 അല്ലേ? p of 0 equal to എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതിക്കോണം? 0 എഴുതണം അല്ലെ? അപ്പോൾ 3 into x square, അതായത് 3 into 0 square plus 6 into x, നമ്മൾ എങ്ങനെ എഴുതും? 6 into 0 plus 1 equal to, ഇതിനകത്ത് ആദ്യം ഏതാ ചെയ്യേണ്ടത്? പവറുകൾ ഉണ്ടെങ്കിൽ അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 3 into 0 square എത്രയാണ്? 0 തന്നെ അല്ലെ? അപ്പോൾ 3 into 0 പ്ലസ് പവർ മാത്രം ചെയ്യുക, ബാക്കിയുള്ളത് അതേപടി തന്നെ എഴുതുക. അപ്പോൾ 6 into 0 പ്ലസ് 1. അടുത്ത ഏതാ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പോൾ 3 into 0 0 പ്ലസ് 6 into 0 0 പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0 പ്ലസ് 0 പ്ലസ് 1 1 ആൻസർ കിട്ടും അല്ലേ? 1. അപ്പോൾ മൂന്നാമത്തെ പോളിനോമിയലിൽ p of 0 എത്രയായിട്ട് കിട്ടി? 1 ആയിട്ട് കിട്ടി. അടുത്ത ഏതാ? p of 1 കണ്ടുപിടിക്കണം അല്ലെ? p of 1 ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതിക്കോണം? 1 എഴുതിക്കോണം അല്ലെ? അപ്പോൾ 3 into 1 square 3 into 1 square പ്ലസ് 6 into x അല്ലേ? അപ്പോൾ 6 into 1 6 into 1 പ്ലസ് 1 പ്ലസ് 1. ആദ്യം ഏതാ ചെയ്യേണ്ടത്? പവറുകൾ ആദ്യം ചെയ്യണം അല്ലെ? അപ്പോൾ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ് അല്ലെ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 1 square എത്ര കിട്ടും? 1 അല്ലെ? 1 പ്ലസ് 6 into 1 പ്ലസ് 1. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ? 3 into 1 3 തന്നെ, 3 പ്ലസ് 6 into 1 6 തന്നെ അല്ലെ? 6 പ്ലസ് 1. എത്ര ആൻസർ കിട്ടും? 3 plus 6 9 plus 1 10 കിട്ടും അല്ലെ? 10. അതായത് മൂന്നാമത്തെ പോളിനോമിയലിൽ p of 1 എത്രയായിട്ട് കിട്ടി? 10 ആയിട്ട് കിട്ടി. അടുത്ത p of -1 equal to എക്സിന്റെ സ്ഥാനത്ത് എഴുതണം? -1 എഴുതണം അല്ലെ? അപ്പോൾ 3 into x square 3 into -1ന്റെ സ്ക്വയർ പ്ലസ് 6 into x 6 into -1 plus 1 plus 1. ആദ്യം ഏതാ ചെയ്യേണ്ടത്? പവറുകളാണല്ലേ ആദ്യം ചെയ്യേണ്ടത്. അതായത് -1ന്റെ സ്ക്വയർ എത്രയാ? -1 into -1 എത്രയാ? +1 വരും അല്ലെ? രണ്ടും സെയിം സൈൻ ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് സൈൻ ഇടുക. -1 into -1 പോസിറ്റീവ് 1 കിട്ടും അല്ലെ? അതായത് 3 into 1 -1ന്റെ സ്ക്വയർ എത്രയായിട്ട് കിട്ടും? 1 ആയിട്ട് കിട്ടും അല്ലെ? പ്ലസ് 6 into -1 6 into -1 പ്ലസ് 1. പവറിന് ശേഷം അടുത്ത ഏതാ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? അപ്പോൾ ആദ്യം 3 into 1 3 തന്നെ പ്ലസ് 6 into -1 -6 അല്ലെ? -6 പ്ലസ് 1. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത്? ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് എല്ലാം ആദ്യം എടുത്ത് എഴുതുക. ഇപ്പോൾ 3 പോസിറ്റീവ് ആണല്ലോ, 1ഉം പോസിറ്റീവ് ആണല്ലോ. ഇപ്പൊ ടോട്ടൽ എത്ര പോസിറ്റീവ് ഉണ്ട്? 3 1 4 പോസിറ്റീവ് അല്ലെ? ടോട്ടൽ 4 പോസിറ്റീവ് ഉണ്ട്. ഇനി നെഗറ്റീവോ? 6 നെഗറ്റീവ് ആണല്ലേ? അപ്പോൾ -6. 4 - 6 എത്രയാ? ചെറുതിൽ നിന്ന് വലുതാ കുറയ്ക്കേണ്ടത് അല്ലെ? അപ്പോൾ മൈനസ് വരും. ഇവ തമ്മിലുള്ള വ്യത്യാസം 2 അല്ലെ? അപ്പോൾ -2 ആൻസർ വരും. മൂന്നാമത്തെ പോളിനോമിയലിൽ p of -1 എത്രയായിട്ട് കിട്ടി? -2 ആയിട്ട് കിട്ടി. അടുത്തത് നാലാമത്തത് പോളിനോമിയൽ ഏതാണ്? p of x equal to 2x square minus 5x plus 3. ആദ്യം ഇത് കണ്ടുപിടിക്കണം? p of 0 കണ്ടുപിടിക്കണം അല്ലെ? p of 0 that is equal to എക്സിന്റെ സ്ഥാനത്ത് ഏത് ഇട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം അല്ലെ? അതായത് 2 into x square 2 into 0 square minus
5 into x 5 into 0 plus 3. ഇനി ആദ്യം ഏതാ ചെയ്യേണ്ടത്? പവർ ആദ്യം ചെയ്യണം അല്ലെ? അപ്പോൾ 0ക്ക് ഇവിടെ പവർ ഉണ്ട്. 0യുടെ സ്ക്വയർ എത്രയാ? 0 തന്നെ. അതായത് 2 into 0 minus 5 into 0 plus 3. ഇനി 2 into 0 എത്രയാ? 0 തന്നെ അല്ലെ? 0 minus 5 into 0 0 തന്നെ അല്ലെ? 0 plus 3. എത്ര നമുക്ക് ആൻസർ കിട്ടും? 0 minus 0 0 തന്നെ പ്ലസ് 3 കിട്ടും അല്ലെ? 3. അതായത് നാലാമത്തെ പോളിനോമിയലിൽ പി ഓഫ് 0 എത്രയായിട്ട് കിട്ടി? 3 ആയിട്ട് കിട്ടി. അടുത്ത് പി ഓഫ് 1 കണ്ടുപിടിച്ചാലോ? പി ഓഫ് 1 എക്സിന് സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കണം അല്ലെ? അപ്പോൾ 2 into x സ്ക്വയർ 2 into എക്സിന്റെ സ്ഥാനത്ത് 1 അല്ലെ? 1ന്റെ സ്ക്വയർ മൈനസ് 5 into x 5 into 1 plus 3 equal to പവറുകളല്ലേ ആദ്യം ചെയ്യേണ്ടത്? 1ന്റെ സ്ക്വയർ എത്രയാ? 1 into 1 തന്നെ അല്ലെ? അപ്പോൾ 2 into 1 minus 5 into 1 plus 3. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം അല്ലെ? 2 into 1 2 minus 5 into 1 5 plus 3. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തേ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആകെ എത്ര പോസിറ്റീവ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ 2 പോസിറ്റീവ് ആണ്, 3 പോസിറ്റീവ് ആണ് അല്ലെ? അപ്പോൾ ടോട്ടൽ എത്ര പോസിറ്റീവ് ഉണ്ട്? 2 plus 3 5 പോസിറ്റീവ് ഉണ്ട് അല്ലെ? അപ്പോൾ പോസിറ്റീവ് എത്ര ഉണ്ടെന്ന് ആദ്യം എഴുതണം. 5 പോസിറ്റീവ്. ഇനി നെഗറ്റീവോ? 5 നെഗറ്റീവും ഇല്ലേ? അപ്പോൾ -5. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആൻസർ കിട്ടും? 0 ആൻസർ കിട്ടും. അതായത് നാലാമത്തെ പോളിനോമിയലിൽ പി ഓഫ് 1 എത്രയായിട്ട് കിട്ടി? 0 ആയിട്ട് കിട്ടി. അടുത്തത് പി ഓഫ് -1 കണ്ടുപിടിക്കണം അല്ലെ? പി ഓഫ് -1 എക്സിന്റെ സ്ഥാനത്ത് -1 എഴുതി കൊടുക്കണം. അപ്പോൾ 2 into x സ്ക്വയർ 2 into -1ന്റെ സ്ക്വയർ മൈനസ് 5 into x മൈനസ് 5 into -1 പ്ലസ് 3 ഈക്വൽ ടു -1ന്റെ സ്ക്വയർ അല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? അത് എത്രയാണ്? -1 into -1 പോസിറ്റീവ് 1 കിട്ടും അല്ലെ? അപ്പോൾ -1ന്റെ സ്ക്വയർ പോസിറ്റീവ് 1 2 into 1 minus 5 into -1 plus 3. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്തേ. 2 into 1 2 കിട്ടും അല്ലെ? 2 minus 5 into -1 പോസിറ്റീവ് 5 കിട്ടും അല്ലെ? പോസിറ്റീവ് 5 plus 3. ഇതൊന്ന് ആഡ് ചെയ്തേ. 2 plus 5 7 plus 3 10 കിട്ടും അല്ലെ? അതായത് നാലാമത്തെ പോളിനോമിയലിൽ പി ഓഫ് -1 എത്ര കിട്ടും? 10 കിട്ടും. അടുത്തത് അഞ്ചാമത്തത് ഏതാ പോളിനോമിയൽ? പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 7. ഓരോന്നും കണ്ടുപിടിക്കാം അല്ലെ? ആദ്യം പി ഓഫ് 0 എക്സിന് സ്ഥാനത്ത് ഏതിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം അല്ലെ? അപ്പോൾ 4 into x ക്യൂബ് 4 into 0 ക്യൂബ് പ്ലസ് 2 into x സ്ക്വയർ അതെങ്ങനെ വരും? 2 into 0 സ്ക്വയർ പ്ലസ് 3 into x 3 into 0 പ്ലസ് 7. ആദ്യം ഏതാ കണ്ടുപിടിക്കണ്ടേ? പവർ കണ്ടുപിടിക്കണം അല്ലെ? 0യുടെ സ്ക്വയറും 0യുടെ ക്യൂബും എല്ലാം 0 തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 4 into 0 ക്യൂബ് 0 തന്നെ വരും പ്ലസ് 2 into 0 സ്ക്വയർ 0 തന്നെ വരും പ്ലസ് 3 into 0 പ്ലസ് 7. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 4 into 0 പ്ലസ് 2 into 0 0 പ്ലസ് 3 into 0 0 പ്ലസ് 7. എത്ര ആൻസർ കിട്ടും? 7 ആൻസർ കിട്ടും അല്ലെ? 7. അതായത് അഞ്ചാമത്തെ പോളിനോമിയലിൽ പി ഓഫ് 0 എത്ര? 7 ആയിട്ട് കിട്ടി. അടുത്ത പി ഓഫ് 1 എക്സിന് സ്ഥാനത്ത് എഴുതണം 1 കൊടുക്കണം അല്ലെ? 4x ക്യൂബ് അതായത് 4 into 1 ക്യൂബ് പ്ലസ് 2x സ്ക്വയർ അതായത് 2 into 1 സ്ക്വയർ പ്ലസ് 3x 3 into 1 പ്ലസ് 7
7. ആദ്യം ഏതാ ചെയ്യേണ്ടത്? പവർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ 1ന്റെ സ്ക്വയറും 1ന്റെ ക്യൂബും 1 തന്നെയാ അല്ലെ. 1 × 1 എത്രയാ? 1 തന്നെ അല്ലെ. 1 × 1 × 1 എത്രയാ? അതും 1 തന്നെ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 1 ക്യൂബ് എത്രയാ? 1 അല്ലെ. ഇൻറ്റു 1 പ്ലസ് 2 × 1 സ്ക്വയർ. 1 സ്ക്വയർ എത്രയാ? 1 തന്നെ അല്ലെ. 2 × 1 പ്ലസ് 3 × 1 പ്ലസ് 7. ഇനി മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യേണ്ടത്? 4 × 1 4 പ്ലസ് 2 × 1 2 പ്ലസ് 3 × 1 3 പ്ലസ് 7. ഇത് എത്ര ആൻസർ കിട്ടുന്നത്? 4 പ്ലസ് 2 6 പ്ലസ് 3 9 പ്ലസ് 7 16 കിട്ടും അല്ലെ. 16. അതായത് അഞ്ചാമത്തെ പോളിനോമിയലിൽ P(1) എത്രയായിട്ട് കിട്ടും? 16 എന്ന് കിട്ടും. അടുത്ത P(-1). എക്സിന്റെ സ്ഥാനത്ത് എഴുതണം? -1 എഴുതണം അല്ലെ. അപ്പോൾ 4 × x³ 4 × -1ന്റെ ക്യൂബ് പ്ലസ് 2 × x² 2 × -1ന്റെ സ്ക്വയർ പ്ലസ് 3 × x 3 × -1 പ്ലസ് 7. ആദ്യം പവർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? -1ന്റെ ക്യൂബ് എത്രയാ? -1 × -1 × -1 ചെയ്യണ്ടേ? -1 × -1 പോസിറ്റീവ് 1 വരും അല്ലെ. അപ്പോൾ പോസിറ്റീവ് 1 × -1 അത് വീണ്ടും മൈനസ് ആയി പോകും. അപ്പോൾ -1ന്റെ ക്യൂബ് എത്രയായിട്ട് കിട്ടും? -1 ആയിട്ട് കിട്ടും. ആദ്യത്തെ രണ്ട് മൈനസ് പോസിറ്റീവ് ആയിട്ട് പോകും. പിന്നെ ഒരു മൈനസും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ -1 ആൻസർ. അതായത് 4 × -1ന്റെ ക്യൂബ് എത്രയാ? -1 പ്ലസ് -1ന്റെ സ്ക്വയർ എത്രയാ? അത് നമ്മൾ ആദ്യം എഴുതിയായിരുന്നല്ലോ. -1 × -1 പോസിറ്റീവ് 1 കിട്ടും അല്ലെ. അപ്പോൾ 2 × -1ന്റെ സ്ക്വയർ പോസിറ്റീവ് 1 പ്ലസ് 3 × -1 പ്ലസ് 7. പവറുകളെല്ലാം ആദ്യം കണ്ടുപിടിച്ചു അല്ലെ. ഇനി എന്താ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ. 4 × -1 -4 പ്ലസ് 2 × 1 2 പ്ലസ് 3 × -1 -3 പ്ലസ് 7. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് എല്ലാം കൂടെ ആദ്യം എഴുതുക. 2 പോസിറ്റീവ് അല്ലേ, പിന്നെ 7 പോസിറ്റീവ് അല്ലേ. അപ്പോൾ ആകെ എത്ര പോസിറ്റീവ് ഉണ്ട്? 9 പോസിറ്റീവ് അല്ലേ. പോസിറ്റീവ് ആദ്യം എഴുതി 9. ഇനി നെഗറ്റീവ് എത്ര ഉണ്ട് നോക്കിക്കേ. -4 നെഗറ്റീവ് അല്ലേ, -3 നെഗറ്റീവ് അല്ലെ. അപ്പോൾ ആകെ എത്ര നെഗറ്റീവ് ഉണ്ട്? 4 3 7 7 നെഗറ്റീവ് ഉണ്ട് അല്ലെ. അപ്പോൾ -7. 9 - 7 എത്രയാണ്? 2 കിട്ടും അല്ലെ. അതായത് അഞ്ചാമത്തെ പോളിനോമിയലിൽ P(-1) എത്രയായിട്ട് കിട്ടി? 2 ആയിട്ട് കിട്ടി. അടുത്തത് ലാസ്റ്റത്തത് ആറാമത്തത്. P(x) = ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d. ആദ്യം ഏത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? P(0) അല്ലെ. P(0). എക്സിന്റെ സ്ഥാനത്ത് എഴുതിക്കോണം? 0 എഴുതിക്കോണം അല്ലെ. അപ്പോൾ ax³ a × 0³ പ്ലസ് b × x² b × 0² പ്ലസ് c × 0 പ്ലസ് d. ഇനി പവർ ആദ്യം കണ്ടുപിടിച്ചേ. 0യുടെ സ്ക്വയറും ക്യൂബും എല്ലാം 0 തന്നെയാണ്. അപ്പോൾ a × 0 പ്ലസ് b × 0 പ്ലസ് c × 0 പ്ലസ് d. ഇനി മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. a × 0 0 പ്ലസ് b × 0 0 പ്ലസ് c × 0 0 പ്ലസ് d. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0 പ്ലസ് d എന്ന് വരും അല്ലെ. അതായത് d. ആറാമത്തെ പോളിനോമിയലിൽ P(0) എത്രയായിട്ട് കിട്ടി? d ആയിട്ട് കിട്ടി. ഇനി അടുത്ത P(1). എക്സിന് സ്ഥാനത്ത് എഴുതിക്കോണം? 1 എഴുതിക്കോണം അല്ലെ. a × x³ a × 1³ പ്ലസ് b × x² b × 1² പ്ലസ് c × x c × 1 പ്ലസ് d പ്ലസ് d ഈക്വൽ ടു 1ന്റെ സ്ക്വയറും ക്യൂബും എല്ലാം എത്ര തന്നെയാ? 1 തന്നെയാണ് അല്ലെ. അപ്പോൾ ഇതെങ്ങനെ വരും? a × 1 പ്ലസ് b × 1 പ്ലസ് c × 1 പ്ലസ് d.
പവറുകളെല്ലാം ആദ്യം കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? എ ഇൻറ്റു 1 എ തന്നെ അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു 1 ബി പ്ലസ് സി ഇൻറ്റു 1 സി പ്ലസ് ഡി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? വേരിയബിൾസ് എല്ലാം ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് അത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ തന്നെ ആൻസർ എഴുതിയാൽ മതി? പി ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് എഴുതിയാൽ മതി. അടുത്ത് പി ഓഫ് -1 ചെയ്യണ്ടേ? എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതണം? -1 എഴുതണം അല്ലെ? അപ്പോൾ എ ഇൻറ്റു എക്സ് ക്യൂബ്, അതായത് എ ഇൻറ്റു -1ന്റെ ക്യൂബ് പ്ലസ് ബി ഇൻറ്റു എക്സ് സ്ക്വയർ, ബി ഇൻറ്റു -1ന്റെ സ്ക്വയർ പ്ലസ് സി ഇൻറ്റു എക്സ്, സി ഇൻറ്റു -1 പ്ലസ് ഡി. ആദ്യം പവറുകളെല്ലാം ചെയ്യേണ്ടത്. -1ന്റെ ക്യൂബ് എത്രയാ? നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, -1 ആണ്. അപ്പോൾ എ ഇൻറ്റു -1 പ്ലസ് -1ന്റെ സ്ക്വയറോ? അത് +1 ആണ് അല്ലെ? അപ്പോൾ അതെങ്ങനെ വരും? ബി ഇൻറ്റു 1 പ്ലസ് സി ഇൻറ്റു -1 പ്ലസ് ഡി. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ? എ ഇൻറ്റു -1 മൈനസ് എ പ്ലസ് ബി ഇൻറ്റു 1 ബി കിട്ടും അല്ലെ? സി ഇൻറ്റു -1 മൈനസ് സി കിട്ടും അല്ലെ? മൈനസ് സി. മൈനസ് ആയതുകൊണ്ട് ഈ പോസിറ്റീവ് വരേണ്ട ആവശ്യമില്ല കേട്ടോ. മൈനസ് സി പ്ലസ് ഡി. അതായത് പി ഓഫ് -1 എത്രയായിട്ട് കിട്ടും? -a പ്ലസ് ബി മൈനസ് സി പ്ലസ് ഡി ആയിട്ട് കിട്ടും അല്ലെ? അതും അങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. കാരണം എന്നാ, ഡിഫറെന്റ് വേരിയബിൾ ആണ്, നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തില്ല. ഇത്രയാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളത്.